തൃശ്ശൂരിലേക്ക് പോകുന്നു. റോഡിലെ കുഴിയിൽ വീഴാതെ സ്കൂട്ടർ വെട്ടിച്ചു മാറ്റിയ യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. തൃശ്ശൂർ പുങ്കുന്നം സ്വദേശിയായ 32-കാരൻ വിഷ്ണുദത്താണ് മരണപ്പെട്ടത്. സ്കൂട്ടറിൽ വിഷ്ണുവിനൊപ്പമുണ്ടായിരുന്ന അമ്മ പത്മിനിക്കും അപകടത്തിൽ ഗുരുതര പരിക്കുണ്ട്. ഇന്ന് രാവിലെ 7:45 തൃശ്ശൂർ MG റോഡിലുള്ള കോട്ടപ്പുറം പാലത്തിന് സമീപമാണ് അപകടം നടന്നത്. സാനു കെ സജീവ് ചേരുന്നു വിവരങ്ങളുമായി. പ്രതിഷേധിക്കുന്ന BJP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. കോർപ്പറേഷനിലെ കൗൺസിലർമാർ, BJPയുടെ കൗൺസിലർമാർ റോഡ് ഉപരോധിക്കുന്നു. അവരെ ബലം പ്രയോഗിച്ച് നീക്കുന്നു. സാനു, വിശദാംശങ്ങൾ. സമീപമാണ് ഇത്തരം ഒരു ദാരുണമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായത്. റോഡിലെ കുഴിയിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടി വാഹനം വെട്ടിച്ച് മാറ്റുന്നതിനിടെ കോട്ടപ്പുറം പാലത്തിന് സമീപമാണ് ഈ ഇരുചക്ര വാഹന യാത്രക്കാരായിട്ടുള്ള രണ്ടുപേർ, അതായത് തൃശ്ശൂർ പൂങ്കുന്ന സ്വദേശി വിഷ്ണുദത്തും അമ്മ പത്മിനിയും റോഡിലേക്ക് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ വിഷ്ണുദത്തിന്റെ, അതായത് ഈ സംഭവ സമയത്ത് പിന്നാലെ എത്തിയ ബസ് വിഷ്ണുദത്തിന്റെ ശരീരത്തോടെ കയറി ഇറങ്ങിയായിരുന്നു. തൽക്ഷണം ഇദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം BJPയുടെ അതേപോലെ തന്നെ കോർപ്പറേഷന്റെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം തൃശ്ശൂരിൽ ഇപ്പോൾ നടക്കുകയാണ്. റോഡ് ഉപരോധം അടക്കമുള്ള സമരം അവിടെ പുരോഗമിക്കുകയാണ്. നിലവിൽ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ അടക്കം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഈ സംഭവ സ്ഥലത്തു നിന്ന് നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പ്രദേശത്ത് വലിയ രീതിയിൽ കുഴികളുണ്ട്. മഴ പെയ്തതിനു ശേഷം റോഡ് നിറയെ കുഴിയാണ്. എന്നാൽ കൃത്യമായിട്ട് ഈ കുഴി അടയ്ക്കാൻ, ആ റോഡ് നിർമ്മാണം നടത്താനോ ഇതുവരെ PWDയുടെ ഭാഗത്തു നിന്നും മറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നും തയ്യാറാവാത്തതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചതെന്നാണ് നാട്ടുകാരും അതേപോലെ തന്നെ പ്രതിപക്ഷ ജനപ്രതിനിധികളും ഒപ്പം BJP അടക്കം ആരോപിക്കുന്നത്. BJP ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ റോഡ് ഉപരോധം നടക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസവും പൂങ്കുന്നം പ്രദേശത്ത് അടക്കം റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിന്റെ പേരിൽ BJPയുടെ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം തൃശ്ശൂരിൽ നടത്തിയിരുന്നു. അതായത് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ പ്രതിഷേധം നടത്തിയത്. എന്തായാലും ഈ റോഡുകൾ കൃത്യമായിട്ട് സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ മഴക്കാലം എത്തിയിട്ടും റോഡിലെ കുഴികൾ അടയ്ക്കാൻ തയ്യാറാവാത്തതാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു അപകടത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. അതായത് ഇന്ന് രാവിലെ 7:45 MG റോഡിന് സമീപമുള്ള കോട്ടപ്പുറം പാലത്തിന് സമീപമാണ് ഈ ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെടുന്നത്. തൊട്ട് പിന്നാലെ വന്നിട്ടുള്ള ബസ് കയറി ആ വാഹന യാത്രക്കാരനായിട്ടുള്ള പൂങ്കുന്നം സ്വദേശി 32 വയസ്സുള്ള വിഷ്ണുദത്ത് ദാരുണമായി മരണപ്പെടുകയും അമ്മ പത്മിനി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ ആകമാനം ഈ ഒരു സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. BJPയുടെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തൃശ്ശൂരിൽ MG റോഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ നേതാക്കളെ അടക്കം, അതായത് BJPയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. അനിൽ നമ്പ്യാർ. താനോ, തൃശ്ശൂർ കോർപ്പറേഷൻ യോഗത്തിൽ ഈ വിഷയം, അതായത് പ്രധാനമായും നഗരത്തിലെ റോഡുകളിലെ കുഴികൾ, അതൊരു വലിയ വിഷയമാക്കി കൊണ്ടുവന്നിരുന്നു BJP. എന്നിട്ടും മേയർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചത്. ഭരണസമിതി കാണിക്കുന്ന അലംഭാവത്തിന് എതിരെ കൂടിയല്ലേ ഈ പ്രതിഷേധം? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ കുറെ കാലമായിട്ട് തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ ആരോപണങ്ങളും അടക്കം, വലിയ അഴിമതി ആരോപണങ്ങൾ അടക്കം ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് നമ്മളെല്ലാം കണ്ടതാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൃശ്ശൂരിലുണ്ടായ ഒരു വലിയൊരു കാറ്റിൽ ഈ കോർപ്പറേഷന് തൊട്ട് മുന്നിലുള്ള കെട്ടിടത്തിന്റെ തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിനെതിരെ എല്ലാം ജനങ്ങളുടെ ജനരോക്ഷം വലിയ രീതിയിൽ ഉയർന്നു വരികയാണ്. ഒപ്പം ഈ കൊണ്ടുപോകേണ്ടത് സ്ത്രീ പ്രവർത്തകരെ. Jai Jai
അടിയന്തരമായി മേയർ രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം അതിശക്തമായ भारत माता जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी റോഡിലെ കുഴിയിൽ വീഴാതെ സ്കൂട്ടർ വെട്ടിച്ചു മാറ്റിയ യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ 32-കാരൻ വിഷ്ണുദത്താണ് മരിച്ചത്. സ്കൂട്ടറിൽ വിഷുവിന് ഒപ്പമുണ്ടായിരുന്ന അമ്മ പത്മിനിക്കും അപകടത്തിൽ ഗുരുതര പരിക്കുണ്ട്. രാവിലെ 7:45 തൃശൂർ MG റോഡിലുള്ള കോട്ടപ്പുറം പാലത്തിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം നടന്നത്. സാനു കെ സജീവിലേക്ക് പോവുകയാണ്. സാനു, എന്തായാലും പ്രതിഷേധിച്ച BJP കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നഗരത്തിൽ ഇനിയും ഈ റോഡുകളിൽ കുഴികൾ ഉണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോർപ്പറേഷന്റെ അലംഭാവം. മേയറുടെ പ്രതികരണം എന്താണ്? ഈ മരണത്തെ, ദാരുണമായ ഈ മരണത്തെ മേയർ എങ്ങനെ കാണുന്നു? മേയർ സ്ഥാനം രാജിവെക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതി ഭരണം അവസാനിപ്പിക്കണം. അതുകൊണ്ട് രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ശക്തമായ പ്രത്യക്ഷ സമര പരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. താനു തുടരാം. തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ, അതായത് കോർപ്പറേഷന് കീഴിലുള്ള റോഡുകളും ഒപ്പം തന്നെ മറ്റ് പല പ്രദേശങ്ങളിലെയും, അതായത് സംസ്ഥാന പാതയടക്കം പൂങ്കുന്നതെന്നുള്ള സംസ്ഥാന പാതയടക്കം തകർന്ന് താറുമാറായി കിടക്കുന്നു. നമ്മൾ ഹൈവേ ആയിക്കോട്ടെ, ഈ തൃശ്ശൂർ റോഡുകളായിക്കോട്ടെ, റോഡുകളൊക്കെ ഇങ്ങനെ തോടുകളായിട്ട് നടക്കുക. ഇവർക്ക് ഇതൊന്നും നോക്കാൻ നേരില്ല. ഇവരിങ്ങനെ ടൂർ അടിക്കുക. ഇതിൽ മേയർക്ക് കൃത്യമായ ഉത്തരവാദിത്തമല്ലേ? മഴ ഇന്നലെയും തീരുമാനിച്ചാണോ? എല്ലാ വർഷവും വരുന്ന മഴയല്ലേ? അപ്പോൾ ഉണ്ടാവുമെന്നും അത് ഉണ്ടാവാതിരിക്കാനുള്ള നടപടി എടുക്കണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് തീരുമാനമില്ല എങ്കിൽ ഞങ്ങളിവിടെ സമരം ചെയ്യുന്ന സമയത്ത് അത് എടുക്കാൻ കാണിക്കുന്ന ആവേശം ഇത് മുന്നേ മൂടാൻ കാണിച്ചിരുന്നെങ്കിൽ ഈ രണ്ടാളും മരിക്കായിരുന്നോ? ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോ തൊഴിലാളികൾ ഒരു ദിവസം ഓടാൻ പറ്റുന്നില്ല. അവർക്ക് എത്ര പ്രശ്നം അവർക്കുണ്ട്. ബൈക്ക് ഒരാൾക്ക് പോകാൻ പറ്റില്ല. ബസ്സുകാരുടെ കുത്തിക്കേറ്റില്ലേ? ഇതൊക്കെ അഭ്യാസങ്ങൾ മുഴുവൻ മാസങ്ങളോളായിന്ന്. ഇനി 6 മാസം കഴിഞ്ഞാൽ തീരില്ല. അങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു വിഭാഗം അതിർക്കെതിരെ ഞങ്ങൾ ശക്തമായിട്ടുണ്ടാവും. സംശയമില്ല. ആ വെള്ളം നിറഞ്ഞ BJPയുടെ കൗൺസിലർമാരെ പ്രതിഷേധിച്ച BJPയുടെ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. BJP നേതാക്കന്മാരായ നാഗേഷ്, അഡ്വക്കേറ്റ് S. ഉല്ലാസ് ബാബു എന്നിവരാണ് അല്പം മുമ്പ് പ്രതികരിച്ചത്. പോലീസുമായി വലിയ വാഗ്വാദമുണ്ടായി, വാക്ക് തർക്കം അവിടെ നടന്നു. സ്ത്രീകളെ ബലം പ്രയോഗിച്ച് പുരുഷ പോലീസ് നീക്കിയതിലുള്ള പ്രതിഷേധം വനിതാ കൗൺസിലർമാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സാനു, തുടർന്നും ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJPയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം തന്നെ BJP കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ റോഡുകളുടെ ഈ മോശ അവസ്ഥയെ തുടർന്ന് പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ആ പ്രതിഷേധങ്ങൾ തന്നെ തുടരുന്നു എന്ന് തന്നെ വേണം. ഈ സംഭവത്തോടു കൂടി അത് കൂടുതൽ ശക്തമായി തന്നെ തുടരാനായിട്ട് BJPയുടെ തീരുമാനം. ഒപ്പം തന്നെ ഈ വനിതാ കൗൺസിലർമാരെ അടക്കം, ജില്ലാ നേതാക്കളെ അടക്കം പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു അപകടമുണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രദേശത്ത് റോഡിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് തൃശ്ശൂരുള്ള. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിന് വരും ദിവസങ്ങളിലും ശക്തമായിട്ടൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് BJPയുടെ തീരുമാനം. ഒപ്പം തന്നെ ഇതിനൊപ്പം നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ തൃശ്ശൂർ നഗരത്തിലൂടെ ഇത്രയും ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ഇത്ര വാഹനങ്ങൾ ഒരേ സമയം സഞ്ചരിക്കുന്ന ഒരു പ്രദേശത്ത് കൂടി ഈ മരണപ്പാച്ചിൽ, സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും നിരവധി അപകടങ്ങളിലേക്കാണ് വഴിവെക്കുന്നത്. ഇതൊപ്പം ഈ റോഡിലെ കുഴിയും ഒപ്പം പിന്നാലെ എത്തിയ സ്വകാര്യ ബസിന്റെ അമിത വേഗതയുമാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ അല്പം മുമ്പ് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും ഒപ്പം റോഡുകളുടെ മോശ സാഹചര്യവുമാണ് തൃശ്ശൂർ നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്ന ഈ അപകടത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ ജനപ്രതിനിധികൾ അടക്കം പറയുന്നത്, ഈ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷനിലേക്ക് അടക്കം വലിയൊരു പ്രതിഷേധത്തിലേക്ക് BJP നീങ്ങും എന്ന് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ, മേയറുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? മേയറുടെ പ്രതികരണം
തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയർ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മേയർ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ പ്രതികരിക്കാൻ തയ്യാറാവാറില്ല. തങ്ങളുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളൊരു വാദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം തടി തപ്പുന്നൊരു നയമാണ് സ്വീകരിക്കാറുള്ളത്. അത് തന്നെയായിരിക്കും ഏറെക്കുറെ ഈ വിഷയത്തിലും അദ്ദേഹം സ്വീകരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും മേയർക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയൊരു ആരോപണം അല്ലെങ്കിൽ വലിയൊരു ആക്ഷേപമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കോർപ്പറേഷന് മുന്നിലുള്ള കെട്ടിടങ്ങളുടെ മോശം സ്ഥിതി, അതിനെതിരെ നടപടി സ്വീകരിക്കാത്ത കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ വലിയൊരു ജനരോക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സംഭവം കൂടെ കൂട്ടി നോക്കുമ്പോഴത്തേനും വലിയൊരു ജനകീയ പ്രതിഷേധം അല്ലെങ്കിൽ ജനങ്ങളുടെ രോക്ഷത്തിനും മേയർ ഇരയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മേയറുടെ ഒരു പ്രതികരണം ഇതുവരെ എത്തിയിട്ടില്ല. സനു, മരണപ്പെട്ട വിഷ്ണുദത്തിന്റെ പശ്ചാത്തലം എന്താണ്? അമ്മ പത്മിനിക്കും അപകടത്തിൽ ഗുരുതര പരിക്കുണ്ട്. അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? വിഷ്ണുദത്തിന്റെ അമ്മ പത്മിനിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. അതായത് തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവർ നഗരത്തിലേക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അമ്മയും മകനും ഒന്നിച്ച് രാവിലെ ഇരുചക്ര വാഹനത്തിൽ ഇറങ്ങിയതാണ്. ഈ അപകട സമയത്ത് ചെറിയ തോതിലുള്ള മഴയും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ മകൻ തൽക്ഷണം മരിക്കുകയും അമ്മ ബോധരഹിതയായി, അതായത് ഈ അപകടത്തിൽ അമ്മ ബോധരഹിതയായിട്ടാണ് ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. തലയ്ക്കടക്കം ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അമ്മയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ ഇവരുടെ ആരോഗ്യനില അല്ലെങ്കിൽ തൃപ്തികരമാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിവരവും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് അല്പം മുമ്പ് നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോഴത്തേനും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ 7:45 അപകടം നടക്കുന്നത്. തൃശൂർ കോട്ടപ്പുറം പാലത്തിന് സമീപത്ത് വെച്ച് കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടി സൈഡിലേക്ക് ഒതുക്കുന്നതിനിടെ പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് തട്ടി ഈ ഇരുവരും റോഡിലേക്ക് വീഴുകയും വിഷ്ണുദത്തിന്റെ ദേഹത്തുകൂടി, ശരീരത്തുകൂടി ഈ വാഹനം കയറി അപകടപ്പെടുകയും മരണം സംഭവിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തനു, തൃശൂർ നഗരത്തിലെ അപകടം പതിയിരിക്കുന്ന റോഡുകൾ അത് തുറന്ന് കാട്ടുക. വരും ദിവസങ്ങളിൽ നേരത്തെ തന്നെ വലിയ പരാതികൾ ഉണ്ടായിരുന്നു, ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. റോഡുകളുടെ ശോചനീയാവസ്ഥ അത് BJP പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി തന്നെ നഗരസഭ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. എന്നിട്ടും മേയർ അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമല്ല സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചിരിക്കുന്നത്. റോഡിലെ കുഴിയിൽ വീഴാതെ സ്കൂട്ടർ വെട്ടിച്ച് മാറ്റിയ യുവാവ് ബസ്സിനടിയിൽ പെട്ട് മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ 32-കാരൻ വിഷ്ണുദത്താണ് മരണപ്പെട്ടത്. സ്കൂട്ടറിൽ വിഷ്ണുവിനൊപ്പമുണ്ടായിരുന്ന അമ്മ പത്മിനിക്കും അപകടത്തിൽ ഗുരുതര പരിക്കുണ്ട്. രാവിലെ 7:45 തൃശൂർ MG റോഡിലുള്ള കോട്ടപ്പുറം പാലത്തിന് സമീപം ആണ് അപകടം നടന്നത്. വലിയ പ്രതിഷേധവുമായി BJP കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് എത്തി. പ്രതിഷേധിച്ച കൗൺസിലർമാരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് സാനുവാണ് വിശദമായുള്ള വിവരങ്ങൾ നൽകിയത്.